അക്ഷരനഗരിയായ കോട്ടയത്ത് സാഹിത്യവും ഭാഷയും സംസ്കാരവും എല്ലാം ഇടകലർന്ന് ചേർന്ന് പഠിക്കാൻ പറ്റിയ വലിയൊരു മ്യൂസിയം ഒരുങ്ങിയിട്ടുണ്ട്. അത് അക്ഷര മ്യൂസിയം. ആ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് ഒരു ഗുഹയാണ്. ഇത് ഛത്തീസ്ഗഡിലെ ജോഗി മാര ഗുഹ എന്നാണ് പറയുന്നത്. ഇതിൽ നമുക്കൊരു 5 വരി ബ്രാഹ്മി ലിപിയിൽ എഴുതിയ ലിഖിതം കാണാം. ഇത് ഇന്ത്യയിൽ കണ്ടെടുക്കപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന BC 3-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ഒരു പ്രേമലേഖനമാണ് എന്നാണ് കരുതപ്പെടുന്നത്. മലയാളികൾക്ക് ലോകത്ത് എവിടെയും ഉള്ള വ്യത്യസ്തതയും ഇന്ത്യയിലുള്ള വ്യത്യസ്തതയിലും ഒന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാഷയുടെ കൂടെ മേന്മയാണ്. ശരിക്കു പറഞ്ഞാൽ സംസാരിക്കാനും ആശയവിനിമയത്തിനും മാത്രമുള്ള ഉപാധിയല്ല ഭാഷ. കാര്യങ്ങൾ സംഭരിക്കാനും ശേഖരിക്കാനും അത് യഥാർത്ഥത്തിൽ ജീവിതമാണ് ഭാഷ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഇങ്ങനെയൊരു ഭാഷാ മ്യൂസിയം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത്. ഈ അക്ഷര മ്യൂസിയത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഗുഹാചിത്രങ്ങൾ. വ്യത്യസ്തമായിട്ടുള്ള ശിലകളിൽ തീർത്ത ചിത്രങ്ങൾ. അത് 40,000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അടയാളപ്പെടുത്തലുകൾ, ലിഖിത രൂപങ്ങളിലെ ആദ്യ അടയാളപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് റോക്ക് ആർട്ടുകളിലാണ്, ഗുഹാചിത്രങ്ങളിലാണ്. പിക്ടോഗ്രാഫ്, പെട്രോഗ്ലിഫ്, ജിയോഗ്ലിഫ് എന്നീ തരത്തിലുള്ള ഗുഹാചിത്രങ്ങൾ നമ്മുടെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ ലിപി രൂപത്തിൻ്റെ അല്ലെങ്കിൽ അടയാളപ്പെടുത്തലുകളുടെ ആദ്യ രൂപമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. നിരവധിയായിട്ടുള്ള എഴുത്തുകാരുടെ കയ്യക്ഷരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ടപ്പള്ളി രാഘവൻപിള്ള, EV കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം നമുക്കൊന്ന് കണ്ടുവരാം. ഇക്കാണുന്നതാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം എഴുതിയ ഒരു ലെറ്ററാണ്. ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ എഴുത്തുകാരുണ്ട്. അവരുടെയൊക്കെ ശബ്ദം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. തോപ്പിൽ ബാസ്. ബംഗാളിലും ഒറീസയിലും മഹാരാഷ്ട്രത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമെല്ലാം ഈ പ്രസ്ഥാനം വ്യാപിച്ചു. മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 30 രൂപ, വിദേശികളായിട്ടുള്ളവർക്ക് അതിനേക്കാൾ ഉയർന്ന ഒരു നിരക്ക്, വിദേശ കുട്ടികൾക്ക് അതിലൊരു കിഴിവ് എന്നുള്ള നിലയിലാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. ഈ അക്ഷര മ്യൂസിയം കണ്ടിറങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ ഭാഷയിലുണ്ടായ മാറ്റവും വികാസവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകും. നമ്മുടെ ഭാഷ ഇത്ര വലിയ ആഴമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ജോബിൻ തേക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.